ഹായ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ദൃശ്യം കണ്ടു വന്നിട്ടേ ഉള്ളൂ. അതെ, പോയ പടി കോളത്തിൽ വന്നിരിക്കും. ഇപ്പം വന്ന് വീട്ടിൽ കയറിയുള്ളൂ. ജസ്റ്റ് ക്യാമറ വെച്ചു വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. പേഴ്സണലി എനിക്കും ഭയങ്കര ഇഷ്ടമായി. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അമ്മയ്ക്കും അച്ഛനും അങ്ങനെ പൊതുവെ സിനിമ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ടീമുകാരല്ല ഇവർ ഏത് സിനിമ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി. അബിക്ക് ഇഷ്ടമായി. മൊത്തത്തിലുണ്ടല്ലോ ഇങ്ങനെ ബോറടിക്കാണ്ട് ആ 2.25 മണിക്കൂർ അടിപൊളിയായിട്ട് 2 ഏകദേശം, എനിക്ക് കൃത്യം സമയം ഓർമ്മയില്ല. അടിപൊളിയായിരുന്നു. എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. എല്ലാവരുടെ അഭിനയം, കലാപുരുഷാരും എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എല്ലാവരുടെ ഒരു പരിധിയിൽ കുറച്ച് റിവ്യൂസ് കണ്ടു, ആവറേജ് മൂവി ആണെന്നൊക്കെ റിവ്യൂസ് കണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഒരിക്കലും ഒരു ആവറേജ് മൂവി പോലെ തോന്നുന്നില്ല. എനിക്ക് 1-നും 2-നും എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി എനിക്കിത് ഇഷ്ടമായി. മേ ബി നമ്മൾ തിയേറ്ററിൽ പോയി ഇത് കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പം. പക്ഷെ എന്നാലും ഉണ്ടല്ല, സെക്കൻഡ് ഹാഫും എനിക്ക് ഫസ്റ്റ് ഹാഫും ഇഷ്ടമായി. നല്ലതായിരുന്നു. മൊത്തത്തിൽ പറ്റണവരൊക്കെ പോയി കാണാം. എല്ലാവർക്കും ഇപ്പൊ ഞങ്ങളുടെ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ, ഈ ഒരു അഭിപ്രായത്തിനോട്. സോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പൊ പറ്റണവരൊക്കെ പോയി കാണാം. അതെ, നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരൊക്കെ മീൻസ് ദൃശ്യം 1-ഉം 2-ഉം തിയേറ്ററിൽ പോയി കാണാത്തൊരിത് ഉറപ്പായിട്ടൊന്ന് പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല രസമുണ്ട്. ഒട്ടും ബോറടിക്കാണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് എന്താന്ന് ഞാൻ മിനിഞ്ഞാന്ന് ഗസ് ചെയ്തായിരുന്നു. എന്നിട്ട് എനിക്ക് കൂടി പറഞ്ഞോളൂ. അത് ഗസ് അടിച്ചു, എനിക്ക് അറിഞ്ഞോളായിരുന്നു. പക്ഷെ അത് തന്നെയാണ് ക്ലൈമാക്സ്. ക്ലൈമാക്സ് എന്താന്ന് പറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ഫസ്റ്റ് റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള